ഹായ്. ഇന്ന് നമ്മൾ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് കട്ട് ചെയ്യാൻ പോണത് കേട്ടോ. ടോപ്പ് ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കി വയ്ക്കുക. ഡിസൈൻ ഉള്ളതാണെങ്കിൽ ഫ്രണ്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലൊരു ഫ്രണ്ടിൽ ഡിസൈനുള്ള പ്രിൻറ്റിംഗ് ആണുള്ളത്, അതുകൊണ്ട് സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കി വെച്ച് കൊടുക്കുക. ആം ഹോള് എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ കൊടുക്കുക. ഇതിപ്പോൾ ഒരു 30 സൈസിൻ്റെയാണ്. അപ്പോൾ ഞാൻ 6 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. 6 ഇഞ്ച് ആം ഹോളും 6 ഇഞ്ച് ഷോൾഡറും എടുത്തിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റ് 30 ആകുമ്പോൾ അതിൻ്റെ 4 ഒരു ഭാഗം കൊടുക്കുക. അതുപോലെ വേസ്റ്റ് അളവ് മുകളിൽ നിന്നിട്ട് താഴോട്ട് ഒരു 14 ഇഞ്ച് എടുക്കുക. സെൻറ്റിമീറ്റർ അല്ല, ഇഞ്ച് എടുക്കുക. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഹിപ്പിൻ്റെ വേസ്റ്റിൻ്റെ അളവിൻ്റെ 4 ഒരു ഭാഗം മാർക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഹിപ്പ് മുകളിൽ നിന്ന് താഴോട്ട് 19 ഇഞ്ചാണ് ഞാൻ ഹൈറ്റ് എടുത്തിരിക്കുന്നത്. ഓപ്പൺ സൈഡ് വരുമല്ലോ ആ ഭാഗത്ത്. അവിടെ ഹിപ്പിൻ്റെ ഭാഗം 34 ആണെങ്കിൽ 4-ൽ ഒരു ഭാഗം മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റായിട്ട് വരഞ്ഞു കൊടുക്കുക. ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഇതാണ് മെയിനായിട്ട് ടോപ്പിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ലെങ്ത്തും. ആം ഹോള് 6 എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ളവരാണെങ്കിൽ 6.5 എടുക്കുക കേട്ടോ. 30 സൈസുള്ളവർക്ക് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എടുത്തോളൂ. നെക്ക് 30 സൈസുള്ള ഒരാൾക്ക് ഒരു 5 ഇഞ്ച് താഴോട്ട് ഫ്രണ്ട് മതിയാകും. അതുപോലെ ബാക്കിലാണെങ്കിൽ ഒരു 3 ഇഞ്ച് താഴോട്ട് എടുത്താൽ മതിയാകും കേട്ടോ. ഫ്രണ്ട് വെട്ടതിന് ശേഷം ബാക്കിയുള്ള ബിറ്റ് നമ്മൾ ഒരു സൈഡ് മടക്കി കൊടുത്തിട്ട് ബാക്ക് ബിറ്റ് അതിനെ കട്ട് ചെയ്യുക. ബാക്ക് പീസായിട്ട് ഒരു സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനെ എടുത്തിട്ട് അതിൻ്റെ മേൽവശത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ വെട്ടുക. നെക്കിൽ മാത്രം അതിൽ വ്യത്യാസം വരുള്ളൂ. ഇറക്കം ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ആഴത്തിലെടുക്കും, ബാക്കിൽ കുറച്ച്. ഓരോരുത്തർ ബാക്കിൽ നല്ല ആഴമായിട്ട് എടുക്കാറുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ആഴമായിട്ടും ബാക്കിൽ കുറച്ച്. ഫ്രണ്ടിൽ 5 ഇഞ്ചും ബാക്കിൽ 3 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ചെറിയൊരു സൈസ് ആയതുകൊണ്ട് തുണി ഇഷ്ടത്തിനുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് വെട്ടാവുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള ബിറ്റുകളൊക്കെ നമുക്ക് സ്ലീവിൽ ഇപ്പോൾ ലെങ്തി ആയിട്ടുള്ള സ്ലീവൊക്കെ തയ്ക്കാൻ നല്ല യൂസാണ്. ലെങ്തി ആയിട്ടുള്ള സ്ലീവിന് നിറയെ തുണിയുള്ളതാണ് കേട്ടോ അതിൽ. ഫ്രണ്ടും ബാക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളത് നമ്മൾ സ്ലീവിന് എടുക്കുക കേട്ടോ. ഇതുപോലെ 4 ആക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക 2 സ്ലീവിന്. എന്നിട്ട് എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കുക, അവിടെ മാർക്ക് ചെയ്യുക. കൈയിൻ്റെ അടിവശം ഞാനിപ്പോൾ ഒരു 5 ഇഞ്ച് മാർക്ക് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഒരു 17 ഇഞ്ച് മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആം ഹോളിൻ്റെ അളവുണ്ടല്ലോ, നമ്മൾ 6.5 എടുത്തതിൻ്റെ അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. അപ്പോൾ 6.5 എടുത്ത് വെച്ചാൽ 8.5 ഇഞ്ച് എടുക്കുക. 8.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രൈറ്റായിട്ട് മാർക്ക് കൊടുക്കുക. ക്യാപ്പ് ഇങ്ങനെ കുഴിച്ച് വെട്ടുമല്ലോ, അതിനാണ് ക്യാപ്പ് വെട്ടുക എന്ന് പറയുക കേട്ടോ. അപ്പോൾ താഴെ ഒരു 3 ഇഞ്ച് മാർക്ക് കൊടുത്തിട്ട് കുഴിച്ച് വെട്ടാവുന്നതാണ്. ഫ്രണ്ട് വശം അതുപോലെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കൊടുക്കണം. കൈയിൻ്റെ കക്ഷം പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഒരു 1/2 ഇഞ്ചോളം ഉള്ളിലേക്ക്
വെട്ടിക്കൊടുക്കുക. ലൈനിങ് ഉപയോഗിക്കുന്നുണ്ട്. ലൈനിങ് ഫ്രണ്ടും ബാക്കും തന്നെ, സ്ലീവിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഫ്രണ്ടിനും ബാക്കിനും മാത്രമാണ് ലൈനിങ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് അതേ അളവിൽ തന്നെയാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഈ അളവിൽ വെച്ചിട്ട് മേൽവശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വെറുതെ ഒരു സൂചി നൂലും വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കോക്കിട്ട് കൊടുക്കുക എന്ന് പറയും. അത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ക്യാൻവാസ് വെച്ചിട്ട് നെക്കൊന്ന് നമുക്ക് തിരിച്ചടിക്കാവുന്നതാണ് കേട്ടോ. രണ്ടിൻ്റെ സെൻറ്റർ മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്യാൻവാസ് വെച്ച് തിരിച്ച് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് നെക്ക് നീറ്റായിട്ട് കിട്ടും. ഫ്രണ്ടിലും ബാക്കിലും ക്യാൻവാസ് കൊടുത്ത് അടിക്കണം കേട്ടോ. ബാക്കിൽ രണ്ട് സൈഡായിട്ട് സെൻറ്റർ മാർക്കിങ് കൊടുത്തിട്ട് ഒരു ടക്ക് പിടിക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ ഭാഗം വരുന്നവിടെ മാത്രം കേട്ടോ. ഒരു 9 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ടക്ക് പിടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ടക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ മാത്രമേ ടക്ക് കൊടുക്കുന്നുള്ളൂ. ഇനി ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് സ്ലീവ് ഫിറ്റ് ചെയ്യാം. ഷോൾഡറിൽ 2 അടി കൊടുക്കണം കേട്ടോ. 2 സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു വരും. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് മാത്രം ഫിറ്റ് ചെയ്യാനുള്ളൂ. ഫ്രണ്ട് വശം കുഴിഞ്ഞു വരുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഫ്രണ്ടിൽ വരുന്ന പോലെ കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്.
ഇനി സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഹിപ്പിൻ്റെ അവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഓപ്പൺ വരുന്ന ഭാഗം, അതുവരെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സ്റ്റിച്ച് അടിക്കണം. അതേപോലെ 2 ഭാഗത്ത് 2 സ്റ്റിച്ച് അടിച്ചിട്ട് അവിടെ നിർത്തുക. കൈയിൻ്റെ അവിടെ നിന്ന് താഴോട്ട് അടിക്കുക. എന്നിട്ട് വീണ്ടും ആ ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൈ വരെ അടിക്കുക കേട്ടോ. തിരിച്ചുകൊണ്ട് വന്നിട്ട് എന്നിട്ട് സൈഡൊക്കെ നമ്മൾ വെട്ടി കറക്റ്റാക്കിയതിന് ശേഷം വേണം ഈ ഓപ്പണിൻ്റെ ഭാഗം വരുമല്ലോ, സ്ലിറ്റ് എന്ന് പറയും. ആ സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം കേട്ടോ. 2 ഭാഗത്തും അതുപോലെ അടിക്കുക. താഴെ വരുന്ന ഭാഗവും അതുപോലെ ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. രണ്ട് സൈഡും 2 സ്റ്റിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം.